ഹായ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു പ്രധാന ഉപക്ഷേത്രമാണ് വനദേവത. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം. മൂകാംബിക സന്ദർശിക്കുന്ന സന്ദർശകർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. വനദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരമ്പരാഗത ക്ഷേത്ര മാതൃകയിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിദത്തമായ രീതിയിൽ തുറന്ന സ്ഥലത്താണ് ഈ ദേവസ്ഥാനമുള്ളത്. 77 ദേവന്മാരും ദേവതകളും കൂടിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്, അവിടുത്തെ ദുർഗാദേവിയുടെ വിഗ്രഹത്തിൻ്റെ അടിയിലെ മണ്ണാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സന്താന ലഭ്യത്തിന് വേണ്ടി ദമ്പതികൾ തൊട്ടിലുകൾ കെട്ടാറുണ്ട്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണോ അത് സങ്കല്പിച്ച് ഇവിടെ മണികൾ കെട്ടാറുണ്ട്, പ്രസാദങ്ങളുണ്ട്. നമ്മൾക്ക് എന്താണോ കഴിയുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് വനദേവതയെ പ്രാർത്ഥിച്ച് മണികളായി കെട്ടുന്നു. അതാണ് ഈ കെട്ടിയിട്ടിരിക്കുന്ന തൊട്ടിലുകൾ. തീർച്ചയായിട്ടും മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ അമ്പലം കൂടി സന്ദർശിക്കേണ്ടതാണ്. ഒരു വല്ലാത്ത അനുഭൂതിയാണ് ഇതിനെ കാണുമ്പോൾ തന്നെ. കർണാടകയിലെ പശ്ചിമഘട്ടത്തിനടുത്തുള്ള കുടജാദ്രി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പുണ്യമായ നദിയാണ് സൗപർണിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്ത് കൂടിയാണ് ഒഴുകുന്നത്. ഈ നദി ഏറെ പ്രിയപ്പെട്ടതാണ് ഭക്തർക്ക്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സുബർണൻ അഥവാ ഗരുഡൻ ഈ നദിക്കരയിൽ തപസ് ചെയ്തതും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. സൗപർണിക എന്ന പേര് ലഭിക്കാനുള്ള കാരണം. പ്രത്യേകത എന്ന് പറയുന്നത്, ഒഴുകി വരുന്ന വഴികളിലെ 64 വ്യത്യസ്ത ഔഷധ സസ്യങ്ങളുടെ വേരുകളും മൂലകങ്ങളും ഈ നദിയിൽ ലയിച്ചു ചേരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതിൽ സ്നാനം ചെയ്യുന്നവർക്ക് രോഗശാന്തി ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ ആ നദിയിൽ ഒത്തിരി മീനുകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ശരിക്കും നല്ലൊരു കാലിന് മസാജ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. സൗപർണിക നദി കാണാൻ പറ്റി. ഇത് തൊട്ടടുത്ത് തന്നെ. മൂകാംബിക പോകുന്ന ആളുകൾക്ക് ശരിക്കും മൂകാംബികയിലോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് വനദുർഗ ക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് സൗപർണിക, അത് കഴിഞ്ഞിട്ടാണ് മൂകാംബിക വരുന്നത്. അപ്പോൾ മൂകാംബിക പോകുന്നവർ ശരിക്കും സൗപർണികയിൽ പോയി കുളിച്ച് തൊഴുതിട്ട് വേണം മൂകാംബികയിലോട്ട് പോവേണ്ടത്. പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ഇത് കാണാമായിരുന്നു, വേഴാമ്പലിനൊക്കെ. നല്ലൊരു യാത്രയായിരുന്നു. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഭട്കർ താലൂക്കിൽ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് മുരുഡേശ്വര ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവപ്രതിമയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 123 അടിയാണ് ഇതിൻ്റെ ഉയരം. 20 നിലകളുള്ള രാജഗോപുരവും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. 3 വശങ്ങളും കടലിനാൽ ചുറ്റപ്പെട്ട രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. 3 വശങ്ങളും കടലിനാൽ ചുറ്റപ്പെട്ട കന്തുകഗിരി എന്ന ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാജഗോപുരത്തിന് 237 അടി ഉയരമാണ് ഉള്ളത്. ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോകുന്നതിന് നമുക്കിപ്പോൾ ലിഫ്റ്റുകൾ ലഭ്യമാണ്. കുറഞ്ഞ പൈസയ്ക്കാണ് ലിഫ്റ്റുകൾ കയറിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാവുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ മൂകാംബിക പോകുന്ന ആളുകൾക്ക് സന്ദർശിക്കാവുന്ന ഒരു ക്ഷേത്രം കൂടിയായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. നിങ്ങൾ പോയിട്ട് കാണണം. പിന്നെ ഇതിനൊരു ഐതിഹ്യമായി എന്ന് പറയപ്പെടുന്നത്, രാവണൻ ആത്മലിംഗത്തെ കൈക്കലാക്കി ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന നമുക്കതിൻ്റെ ഒരു ചെറിയൊരു കഥ പോലെ അറിയാമല്ലോ. ആ സമയത്ത് ഗണപതി ബാലൻ്റെ രൂപത്തിൽ വന്നതും ലിംഗത്തിനെ നിലത്ത് വെപ്പിക്കുന്നതും അത് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വലിച്ചെറിഞ്ഞ വസ്ത്രത്തിൽ നിന്നാണ് മുരുഡേശ്വരം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ നല്ല ഇതിന് പിന്നൊരു ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് അമ്പലങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാത്തൊന്നും എന്താ വെച്ചാൽ, ഇവിടെ തുളസി അതായത് തുളസി ചെടിക്ക് ഒരു പ്രത്യേക രീതിയിൽ അവർ പൂജയും കാര്യങ്ങളും നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്.
മൊബൈൽ ഫോണൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ വലിയ അമ്പലത്തിനകത്ത് നല്ല രീതിയിലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എല്ലാവർക്കും. പക്ഷെ അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് എന്തോ വർക്ക് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ പ്രിപ്പറേഷൻ ആയിരുന്നു. മെയിൻ്റെനൻസ് വർക്ക് നടക്കുമായിരുന്നു ഗോപുരത്തിൻ്റെ ഇതെല്ലാം. പക്ഷേ ഈ ലിഫ്റ്റിൽ കയറുന്നതിന് 20 അടിയോളം ഹൈറ്റിൽ 20 നിലകളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇതിന് ഈ ഗോപുരത്തിൽ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് മുകളിൽ നിന്ന് നോക്കുന്ന വിഷ്വലുകൾ നല്ലതായിരിക്കും കാണുന്നതിന്. പക്ഷെ അതേ അവിടെ കാണാനുള്ളൂ കേട്ടോ. പിന്നെ അപ്പുറത്തേക്കായിട്ട് വേറൊന്നും കാണാനില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 18 വരെയാണ് അവിടെ ഇപ്പോൾ അലൗഡ് ആയിട്ടുള്ളത്. നിങ്ങൾ പോകുന്നവരുണ്ട് ശ്രദ്ധിക്കുക. പക്ഷെ നല്ല ക്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ കണ്ടോ. ഇത് മേലെ ഈ 20 അടി മേലെ കയറി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് നോക്കുന്ന വിഷ്വലാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ വന്ന് മുരുടേശ്വരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് 3 വശവും കടലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണത്. അങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. നമുക്ക് ശരിക്കും എനിക്കത് കയറുമ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചാബിലെ സുവർണക്ഷേത്രമൊക്കെ ഇല്ലേ, അവിടേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ നമ്മളതിൻ്റെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ ആ അത് എങ്ങനെയായിരിക്കുമല്ലോ അവിടുത്തെ ആ ടെമ്പിളിൻ്റെ ഒരു ഇത് അതുപോലെയായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ തന്നെ ഗോപുരത്തിൻ്റെതാണെങ്കിലും ശരി, ക്ഷേത്രത്തിൻ്റെതാണെങ്കിലും ശരി, നല്ല രീതിയിൽ കൊത്തുപണി ആർട്ട് വർക്ക് നമ്മൾ പറയില്ല അമ്പലത്തിലെ കൽച്ചുവർ പ്രതിമകൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു എക്സ്പീരിയൻസാണ് നമുക്ക്. കാരണം നമ്മൾ സാധാ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകാറുണ്ടെങ്കിൽ കൂടിയും പക്ഷേ ഇത്തരത്തിൽ നമുക്ക് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് വളരെയധികം സന്തോഷം. കാരണം നിങ്ങളിനി എപ്പോഴെങ്കിലും മൂകാംബിക പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ കൂടിയൊക്കെ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും. അവിടെ എല്ലാ ഉപദേവത ഇതുണ്ട്. അങ്ങനെ അയ്യപ്പനെ മുരുകനെ അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴുതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മുരുകൻ്റെ കോവിലിൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പൂജാരി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസാദം നല്ല രീതിയിൽ പറഞ്ഞത്. പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ലഡു കിട്ടും. നമുക്ക് തിരുപ്പതിയിൽ ലഡു കിട്ടുന്നത് പോലെ തന്നെ ഇവിടെ ലഡു ഉണ്ട്. പക്ഷേ ഈ ലഡുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാകും. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ലഡു കഴിക്കുന്നത് കേട്ടോ. ഈ ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെ ഒരുപാട്. പക്ഷെ ആ ഒരു ലഡുവിന് 40 രൂപ വെച്ച് കൊടുക്കണം. 40 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ 2 ആയിരുന്നു മേടിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫ്ലേവർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇത്രയും സാധനങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവുന്നത് തന്നെ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ഇതുണ്ട്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ടിൽ തന്നെ കണ്ടു നല്ല രീതിയിൽ വലിയ 2 ആനകളുടെ പ്രതിമ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്കത് ഈ ഗോപുരം പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് നമ്മുടെ പത്മനാഭ ക്ഷേത്രമില്ലേ, അതിൻ്റെ ഒരു ഗോപുരം കണ്ടിട്ടില്ല ഞങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു ഏകദേശം രൂപം പോലെ തോന്നും. പിന്നെ തൊട്ടടുത്താണല്ലോ ഞാൻ പറഞ്ഞത് ഈ കടലാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്ന ഒരു ഏരിയ മാത്രമാണ് നമുക്ക് എൻട്രൻസ്, ബാക്കിയെല്ലാം കടലാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കടപ്പുറത്ത് പോയി. പിന്നെ അവിടെ ഒരു രക്ഷയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷോപ്പുകളാണ്. പക്ഷെ നിങ്ങൾ ഷോപ്പിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇവിടെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആന കരിമ്പങ്കാട്ടിൽ കയറിയ അവസ്ഥയാണ്. കാരണം ചുറ്റി നടന്ന് എനിക്കിതെല്ലാം കണ്ടിട്ട് കാണാനുള്ള ക്യൂരിയോസിറ്റിയാണ്. കാരണം ഇത്രയും ലോങ്ങായിട്ട് കടകളായിരുന്നു. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ പറയില്ല നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റി നമ്മൾ മേടിക്കുന്ന ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതാണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ഇതാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ കന്യാകുമാരിയിലേക്കൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക ശംഖ് ഐറ്റംസ് കാണാറുള്ളത്. ശംഖുകൾ ഈ ചിപ്പികൾ കൊണ്ടുള്ള രൂപങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കന്യാകുമാരിയിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിറയെ കടകളുണ്ട്. പിന്നെ നിങ്ങളിതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, ഈ തല തൊട്ട് അപ്പുറത്തെ സൈഡിലൂടെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഷോപ്പിംഗ് നടത്താവൂ. കാരണം ഒരു കടയിൽ പറയുന്ന പ്രൈസും കാര്യങ്ങളായിരിക്കില്ല തൊട്ടടുത്ത കടയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസിലുള്ളത് മാത്രം നിങ്ങൾ മേടിക്കുക. പിന്നെ ഈ കുഞ്ഞുമണി ഉണ്ടോ, ഇവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് വരാനേ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അവനെ തള്ളിപ്പിടിച്ച് നേരെ ബീച്ചിലോട്ട് പോയി. അവിടുത്തെ ബീച്ചിൽ
എല്ലാം ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റീസുകൾ ഒരുപാടുണ്ട്. ഈ എന്താ പറയുക, ഒട്ടകമുണ്ട്. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് സവാരി നടത്തുന്ന രീതിയിൽ, അതായത് നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാം കൂടി ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്നവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാതെ സാധാരണ നോർമൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമുക്കതിൽ ഇതാക്കാം. ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ, എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞാൻ ഒത്തിരി നേരം ഞാൻ അതിൽ നോക്കിക്കൊണ്ടിരുന്നു. അത് ഞാനതെടുത്തപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വലിയ കാര്യങ്ങൾ തോന്നി ഈ സാധനങ്ങൾ അങ്ങനെ. കാരണം നമ്മൾ ചുമ്മാ കളയുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ അവർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർട്ട് വർക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആയിട്ടും അങ്ങനെയൊക്കെ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഈ കാണുന്നതെല്ലാം നമ്മൾ ശരിക്കും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള, പക്ഷെ നല്ല റേറ്റ് ആകും. നിങ്ങൾ വിചാരിക്കുന്നതിന് കൂടുതൽ എക്സ്പെൻസീവ് ഉണ്ടാവും. ഈ കബഡി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ബീച്ചിൽ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ തന്നെ പല പല വെറൈറ്റികളുണ്ട്. പല പല വെറൈറ്റികളുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ അത് മേടിക്കാം. പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയി കണ്ട ഇവിടെ ഒത്തിരി പേര് അങ്ങനെ നമ്മുടെ ബീച്ചിൽ കുളിക്കുന്നു. അതായത് നമ്മൾ പുറത്തേക്ക് വന്ന് എൻജോയ് ചെയ്ത് കുളിക്കുന്ന പോലെയാണ് കുളിക്കുന്നത്. ഞാനിതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഈ മൂകാംബിക ക്ഷേത്രത്തോടനുബന്ധിച്ച് ചെയ്യുന്നത്, അതായത് മൂകാംബിക ഭാഗത്തോടനുബന്ധിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് പോയത് യാത്ര പറഞ്ഞല്ലോ, ചെറുതിനെ അരിയിലെഴുതിക്കാൻ വേണ്ടിയിട്ട് മൂകാംബിക പോയി. മൂകാംബികയിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന അല്ലാതെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, അത് വീഡിയോ കാണുന്നവർക്കും വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിലും അറിയാൻ പറ്റും. അത്രയും ലെങ്തി വീഡിയോ ആകുമ്പോൾ ആളുകൾക്ക് അതൊരു ബോറായിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ എത്ര നല്ല രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാലും ഇത്രയും സമയം അത് കണ്ടിരിക്കാൻ ആളുകൾക്ക് താല്പര്യപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര മൊത്തമായിട്ടൊരു 3 പാർട്ടാക്കി തിരിച്ചിട്ട് ആ രീതിയിൽ. ഞങ്ങളിവിടുന്ന് കോഴിക്കോട് നിന്നാണ് കാറിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എക്സ്പെൻസും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു ഞങ്ങൾ മുത്തപ്പൻകാവിലൊന്ന് കയറി. അങ്ങനെ ആ യാത്ര ശുഭകരമായിട്ട് നോക്കൂ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.